3 ദിവസത്തെ കാര്യമേ ഉള്ളൂ. എല്ലാവരും ചേർന്ന് അതങ്ങ് ഭംഗിയാക്കുക, അത്രേ ഉള്ളൂ. ഗംഗ ഇപ്പൊ പോണ്ട. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എന്താ ഒരു ചിരി. നമുക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടല്ലോടാ, ജീവിക്കാനല്ലേ അറിയൂ എന്നാ അതിന്റെ അർത്ഥം. അങ്ങനെ നീണ്ട സംഭാഷണങ്ങൾക്കും ചർച്ചകൾക്കും സംശയ നിവാരണങ്ങൾക്കും ഒടുവിൽ ഞാൻ പെട്ടിയും പ്രമാണവും എടുത്ത് നാട് വിടുകയാണ് സുഹൃത്തുക്കളെ. ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാലും സെറ്റ്, എന്നാ ഞങ്ങളും വരാം എന്ന് പറഞ്ഞ് പുറകെ വെച്ച് പിടിക്കുന്ന ഈ 2 മഹത്തുക്കളെ തൽക്കാലം ഞാൻ കൂടെ കൂട്ടുന്നില്ല. സ്റ്റേഷനിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ട്രെയിനും വന്നു. എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഊഹിക്ക്. പെട്ടെന്ന് തന്നെ എനിക്ക് 3 ഫ്രണ്ട്സിനെയും കിട്ടി. ഇവര് ഞാൻ നല്ല കൂട്ടായി. പിന്നെ വാട്ടർ ബോട്ടിൽ വെച്ച് ജംഗ്ഷൻ ഉണ്ടാക്കുന്നു, കാറായി, ട്രക്കായി, ചെക്ക് പോസ്റ്റായി. അവരോടെ പോയി കഴിഞ്ഞപ്പോ ഞാൻ ശരിക്കും ഒറ്റയ്ക്കായി. അപ്പോഴാണ് ഓർത്ത് ആകെ കൂടെയുള്ള ഒരു കൂടപ്പുറപ്പിനെ വിളിച്ച് കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഒന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. പക്ഷെ ഇത്രയും നാള് ശ്വാസം പൊട്ടി ജീവിച്ച ഞാൻ ഇപ്പോഴാണ് ശുദ്ധമായി ശ്വസിക്കുന്നത്. ഈ കാണുന്ന റംബോച്ചയാണ് എന്റെ അനിയത്തി. എന്തിനാ ഇപ്പൊ ഇതൊക്കെ ഞാൻ കെട്ടിപ്പറക്കി വന്നതെന്നല്ലേ. ഡിസ്റ്റൻസ് കൂടുമ്പോ മാത്രം വല്ലാണ്ട് സ്നേഹം മുക്കുന്ന ഒരു പ്രത്യേകതരം ബന്ധമാണ് ഞങ്ങളുടെ. ബുദ്ധിയാണ് ഇവളുടെ മെയിൻ. ചിലപ്പോ തോന്നും ഏതെങ്കിലും നാട്ടിലെ വല്ല ലാമയോ റാണിയോ ഒക്കെ ആവേണ്ടതിന് എന്റെ വീട്ടുകാർ തട്ടിക്കൊണ്ടു വന്നതാണെന്ന്. കാരണം ഇത്ര നിലപാടുള്ളവരണം കുടുംബത്തിൽ വേറെ ഇല്ലല്ലോ. ഓരോ സ്റ്റേഷൻ കഴിയുന്തോറും ആളും പേരും കൂടിയപ്പോഴേ ഞാനിങ്ങി മേളിൽ കയറിയായിരുന്നു. സത്യത്തിൽ ഇതാണ് എന്റെ സീറ്റ്. താഴെ ഫുള്ള് കല്യാണരാമൻ എഫക്റ്റ് ആണ്. ഇവര് ഓരോ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, നാരങ്ങ, പച്ചമുളക് ഇതൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചവയ്ക്കുന്നുണ്ട്. പോരാത്തതിന് ഇതുവഴി പോകുന്ന ചായ, വട, ബേൽപൂരി, മസാലപൂരി എല്ലാ സാധനങ്ങളും ഒന്നും വിടാതെ എല്ലാം വാങ്ങിച്ചു തിന്നും. കുറച്ച് എനിക്ക് ഇവിടെ തരാറുന്നു. ഇവര് തിന്നുന്നുണ്ട് തന്നെ എനിക്ക് വിശപ്പായി. പിന്നെ ഞാൻ അച്ഛൻ തന്നുവിട്ട അച്ഛന്റെ വളരെ ഫേമസ് ആയ നാരങ്ങ സാദം കഴിച്ചു നിർവൃതി അടഞ്ഞ് കിടന്നുറങ്ങി.